നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിലെ ഈ സീസണിലെ തങ്ങളുടെ അവസാന മത്സരം കളിക്കാൻ വേണ്ടി ഹൻസി ഫ്ലിക്കിൻ്റെ FC ബാഴ്സലോണ ഇന്ന് കളിക്കാൻ ഇറങ്ങുകയാണ്. എതിരാളികൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയാണ്. അവരുടെ മൈതാനത്താണ് കളി നടക്കുന്നത്. സാൻ മെയിംസിലാണ് മത്സരം. രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 കളി. എന്തായാലും ബാഴ്സ ആരാധകർക്ക് അവരുടെ ടീം കിരീടം ചൂണ്ടിയിട്ടുണ്ട്. പക്ഷേ വിജയത്തോടു കൂടി സീസൺ അവസാനിപ്പിക്കണം, അതാണ് ആഗ്രഹിക്കുന്നത്. 37 കളിയിൽ നിന്ന് 85 പോയിൻ്റാണ് ബാഴ്സലോണക്കുള്ളത്. 38 കളികളിൽ നിന്ന് 84 പോയിൻ്റാണ് റയലിനുള്ളത്. ഇന്ന് വിജയിച്ചാൽ 4 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ കിരീടം അവർക്ക് കൈവശം വെക്കാം. അല്ലെങ്കിൽ 1 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലായിരിക്കും ഇന്ന് തോറ്റാൽ പോലും ഉണ്ടാവുക. അതല്ല, സമനിലയാണെങ്കിൽ 2 പോയിൻ്റ് വ്യത്യാസമായിരിക്കും. എന്തായാലും കിരീടം ബാഴ്സ നേരത്തെ ഉയർത്തിയതാണ്. ഈ മത്സരത്തിനുള്ള ബാഴ്സയുടെ സ്ക്വാഡ് ഇപ്പോൾ കോച്ച് ഹൻസി ഫ്ലിക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വാഡിലുള്ളത് മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗൻ, കുബാർസി, ബാൽഡെ, റൊണാൾഡോ അറൗഹോ, ഇനീഗോ മാർട്ടിനസ്, ഗാവി, പെഡ്രി, ലെവൻഡോസ്കി, അൻസു ഫാറ്റി, റാഫിഞ്ഞ, ഇനാക്കി പെന, പാബ്ലോ ടോറെ, ക്രിസ്റ്റ്യൻസൻ, ഫെർബിൻ, കസാഡോ, പാവ്, വിക്ടർ, ലാമിൻ യമാലു, ഓൾമോ, ഫ്രങ്കി ഡിയോങ്, എറിക്, ഷെസ്നി, ഹെക്ടർ ഫോർട്ട്, ജെറാർഡ് മാർട്ടിൻ. ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ്. മികച്ച 11 കൊണ്ട് തന്നെ ബാഴ്സ ഇറങ്ങുമെന്നാണ് എല്ലാ സൂചനകളും ഉള്ളത്. ബാഴ്സയുടെ പ്ലേയിങ് ലെവലിൽ ആരൊക്കെ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. കാറ്റലൻ മാധ്യമം മുണ്ടോ ഡിപ്പോർട്ടിവോ നൽകുന്ന വിവരപ്രകാരം ഗോൾ കീപ്പറായിട്ട് മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗൻ തന്നെയായിരിക്കും. ഡിഫൻസിൽ ക്രിസ്റ്റ്യൻസനും റൊണാൾഡോ അറൗഹോയും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ഇറങ്ങുമ്പോൾ ഇരുപാർശ്വങ്ങളിലായിട്ട് ബാൽഡയും ഹെക്ടർ ഫോർട്ടും ഉണ്ടാകും. മധ്യനിരയിൽ കസാഡോയും ഫെർമിനും ഗാവിയും, മുന്നേറ്റങ്ങൾ നയിക്കാൻ ഇരുപാർശ്വങ്ങളിലായിട്ട് റാഫിഞ്ഞയും ലാമിൻ യമാലും അണിനിരക്കുമ്പോൾ മുന്നേറ്റങ്ങളുടെ കുന്തമുനയായിട്ട് റോബർട്ട് ലെവൻഡോസ്കിയും ഉണ്ടാകും. എന്തായാലും ലെവൻഡോസ്കിയെ സംബന്ധിച്ചിടത്തോളം ഈ തവണത്തെ പിച്ചിച്ചി ട്രോഫി എന്നുള്ളത് ഇനി ഏതാണ്ട് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ കിലിയൻ എംബാപ്പയ്ക്ക് 31 ഗോളുകളും ലെവൻഡോസ്കിക്ക് 25 ഗോളുകളുമാണ് ലാലിഗയിലുള്ളത്. 7 ഗോളുകൾ ഇന്നത്തെ കളിയിൽ അടിച്ചെങ്കിൽ മാത്രമേ ലെവൻഡോസ്കിക്ക് പിച്ചിച്ചി ട്രോഫിക്ക് സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സാധ്യതയില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും വിജയിച്ചുകൊണ്ട് സീസൺ അവസാനിപ്പിക്കാനായിരിക്കും ഫ്ലിക്കും സംഘവും ശ്രമിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.